നമസ്കാരം. കൊല്ലം സുധിക്കായി സന്നദ്ധ സംഘടന വെച്ചുകൊടുത്ത വീടും നടൻ്റെ ഭാര്യ രേണുസുധി പുതിയ വീടിനെ വിമർശിച്ചു പറഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞ 2 ദിവസമായി വലിയ രീതിയിൽ ചർച്ചാ വിഷയമാണ്. വീടിന് ചോർച്ചയുണ്ടെന്ന് രേണു പറഞ്ഞതിനെയും സുധിയുടെ മക്കൾക്കായി ലഭിച്ച വീട്ടിൽ മാതാപിതാക്കളെയും സഹോദരിയുടെ കുടുംബത്തെയും അടക്കം താമസിപ്പിച്ചതിനെതിരെയും പ്രേക്ഷകർ വിമർശിച്ചിരുന്നു. വിമർശനവും പരിഹാസവും കൂടിയപ്പോൾ വാടക വീട്ടിലേക്ക് മാറുന്നതിനെക്കുറിച്ച് താൻ ആലോചിക്കുന്നതായി രേണു പറഞ്ഞിരുന്നു. സ്വന്തമായി ഒരു വീട് ഏറെ ആഗ്രഹിച്ചിരുന്ന രേണു വീടിനെ ഇപ്പോൾ കുറ്റപ്പെടുത്തിയതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ടെന്ന് പറയുകയാണ് റിയാക്ഷൻ വീഡിയോകൾ ചെയ്ത് ശ്രദ്ധേയനായ യൂട്യൂബർ മൂപ്പൻസ് വ്ലോഗ്. വീടിനെ വിമർശിച്ചാൽ ആളുകൾ തനിക്ക് എതിരാകുമെന്ന് അറിയാത്ത ആളല്ല രേണുവെന്നും മൂപ്പൻസ് വ്ലോഗ് പറയുന്നു. ഞാൻ അടക്കമുള്ള ഒരുപാട് പേർ ആത്മാർത്ഥമായിട്ടാണ് തുടക്കത്തിൽ രേണുസുധിക്കൊപ്പം നിന്നത്. പക്ഷേ അവരുടെ ഇന്നത്തെ മാറ്റം കാരണം പിന്തുണ പിൻവലിക്കേണ്ടി വരുന്നു. ഇപ്പോഴുണ്ടായിരിക്കുന്ന കോലാഹലത്തിന് പിന്നിൽ രേണുസുധിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് രേണുസുധി വീടിനെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നതെന്ന് മനസ്സിലാകും. അതുതന്നെയായിരിക്കും ഇതിൻ്റെ കാരണം. സുധിയുടെ കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് പോലും രേണുവിനെതിരെ മാറ്റിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പുതിയ വീടിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് രേണുസുധി പെട്ടെന്ന് പബ്ലിക്കിന് മുന്നിലേക്ക് തുറന്നു വിട്ടതെന്ന് ചോദിച്ചാൽ, ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ ഞാനും നിങ്ങളുമെല്ലാം തനിക്ക് എതിരാകുമെന്നും അറിയാത്ത ആളല്ല രേണുസുധി. സമൂഹത്തിൻ്റെ നെഗറ്റീവ് പൾസ് എന്നെക്കാളും നിങ്ങളെയൊക്കെക്കാളും നന്നായി രേണുവിനറിയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർക്കൊപ്പം ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരുന്നാൽ മതിയെന്ന് അന്ന് ഡോക്ടറിനോട് ഫോട്ടോഷൂട്ടിനിടെ രേണു പറഞ്ഞിരുന്നു. അതിലൂടെ രേണുവിൻ്റെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കാൻ പറ്റും. വീടുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്താനുള്ള കാരണം ദാനമായി കിട്ടിയ വീടിനെക്കുറിച്ചുള്ള ചർച്ച പബ്ലിക്കിലേക്ക് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുകയും ചെയ്യുന്ന സമയത്ത് രേണുവിന് അവിടെ നിന്ന് മാറാം. രേണുവിന് ഒരുപാട് വർക്കുകളും കാര്യങ്ങളുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് ആ വീട്ടിൽ നിന്നും മാറി മറ്റെവിടെയെങ്കിലും വീടോ ഫ്ലാറ്റോ എടുക്കാനും ബെറ്ററായിട്ടുള്ള സ്ഥലത്തേക്ക് കുടുംബമായി മാറാനോ പ്ലാൻ ഉണ്ടാകും. എന്നാൽ സുധിക്കായി കിട്ടിയ വീട് അടച്ചിട്ട് പോയാൽ ചോദ്യം വരും. സുധിച്ചേട്ടനെക്കുറിച്ച് നിരന്തരം പറയുന്ന ഒരാൾക്ക് പെട്ടെന്ന് മാറി താമസിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു കാരണമുണ്ടാക്കണം. ആ കാരണമാണ് വീട് ചോരുന്നു എന്നത്. അതുമാത്രവുമല്ല, ദാനം കിട്ടിയ വീട് എന്നതിൻ്റെ പേരിൽ ഞങ്ങളെ ആളുകൾ നിരന്തരമായി കുറ്റം പറയുന്നുവെന്നും പറഞ്ഞ് വീട് മാറിപ്പോകാനും കഴിയും. ഇങ്ങനൊരു കാര്യം രേണു പറയുന്നത് വൈകാതെ നിങ്ങൾക്ക് കേൾക്കാം. രേണു വീട് മാറി താമസം തുടങ്ങിയെന്നതും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നും മൂപ്പൻസ് വ്ലോഗ് പറയുന്നു. കോട്ടയത്താണ് നോബിൾ ഫിലിപ്പ് എന്ന ബിഷപ്പ് നൽകിയ സ്ഥലത്ത് കൊല്ലം സുധിയുടെ വീടുള്ളത്. സുധിയുടെ മരണം വരെ കുടുംബം വാടക വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. 2 ആൺമക്കളാണ് സുധിക്ക്. അവരുടെ പേരിലാണ് വീട്. എന്നാൽ മൂത്ത മകൻ പുതിയ വീട്ടിൽ വരുന്നതും താമസിക്കുന്നതും വിരളമാണ്. കൊല്ലത്ത് സുധിയുടെ അമ്മയ്ക്കൊപ്പമാണ് മൂത്ത മകൻ ഇപ്പോൾ നിലവിൽ താമസിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.